അതായത് കേരള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം ഏകദേശമായി വരുന്നുണ്ട്, ഒരു തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. ചിത്രം നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നില്ലെങ്കിലും ദൂരെ നിന്ന് കാണുമ്പോൾ കാഴ്ചകൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായത് CPM-ന്റെ നിലപാടാണ്. CPM-ന്റെ ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് കെ ശൈലജ, അതുപോലെ AN ഷംസീർ, ഇവർക്ക് രണ്ടുപേർക്കും മത്സരിക്കാനുള്ള അനുമതി നൽകണ്ട. ഒപ്പം പി ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ, ഇവരുടെ പേരൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ കളി വളരെ കൃത്യമാണ്. അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് താല്പര്യമില്ലാത്ത ആരും ഇത്തവണ മത്സരത്തിലേക്ക് വരുന്നില്ല. പിണറായി വിജയനുമായിട്ട് അത്ര സുഖകരമല്ലാത്ത ആരെയും മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നില്ല. മാത്രമല്ല തലശ്ശേരിയിൽ AN ഷംസീറിന് എന്തുകൊണ്ട് മാറ്റുന്നു എന്ന് ചോദിച്ചാൽ 2 തവണ വിജയിച്ചു. പകരം അവിടേക്ക് പ്രതീക്ഷിക്കുന്ന കാരായി രാജൻ എന്ന് പറയുന്ന ആളെയാണ്. കാരായി രാജൻ CPM-നുള്ളിൽ ഒരു ഹീറോ പരിവേഷമുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഇനി കെ ശൈലജ മട്ടന്നൂരിൽ പരീക്ഷിക്കുന്നത്. കെ ശൈലജ മാറിയിക്കട്ടെ, പകരം VK സനോജ് വരട്ടെ, DYFIയുടെ യുവ നേതാവല്ലേ, അവർക്ക് കൂടി അവസരം വരട്ടെ എന്ന രീതിയിൽ വരുന്നു. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നമ്മൾ നേരത്തെ മുതൽ കേട്ടത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ഓഫീസ് തിരുവനന്തപുരത്തെ അവിടുത്തെ ഏറ്റവും പവർഫുൾ വ്യക്തി ആരെന്ന് വെച്ചാൽ P ശശിയായിരുന്നു. ഒരു കാലത്ത് കണ്ണൂർ ജില്ലയുടെ മുഖമായിരുന്ന P ശശി കഴിഞ്ഞ കുറെ കാലമായിട്ട് അതിൽ നിന്ന് മാറി നിന്നു. വീണ്ടും പിണറായി വിജയൻ 2ാം ടൈമിൽ മുഖ്യമന്ത്രിയായി എത്തിയപ്പോൾ വളരെ ശക്തനായ ഒരു വ്യക്തിയായിട്ട് ഇവിടെ തിരുവനന്തപുരത്തേക്ക് മാറി. ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈയാളിയ P ശശി കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്ന കരുതിയെ. പക്ഷെ P ശശിയുടെ പേര് ഇപ്പൊ കേൾക്കുന്നില്ല. നികേഷ് കുമാറിന്റെ പേര് കേട്ടു, നികേഷ് കുമാറിന്റെ പേരും കേൾക്കുന്നില്ല. പക്ഷേ MV ഗോവിന്ദന് താല്പര്യമുണ്ട്. നികേഷ് കുമാർ അവിടെയാണ് പ്രശ്നം. MV ഗോവിന്ദൻ ഇപ്പോൾ കൃത്യമായ ഇടപെടൽ നടത്തി. MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള, PK ശ്യാമള നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. മത്സരിക്കുമെന്ന് മാത്രമല്ല, വീണ്ടും ഒരു മന്ത്രിസഭ കൂടി LDF-ന്റേതായിട്ട് അധികാരത്തിൽ വന്നാൽ ജയിച്ചു കയറുന്ന ശ്യാമള LDF-ൽ മന്ത്രിയാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല നികേഷ് കുമാറിനെ താല്പര്യമുള്ള വ്യക്തിയാണ് MV ഗോവിന്ദൻ. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിലോ CPM-ന്റെ സുരക്ഷിത മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമോ നികേഷ് കുമാറിനെ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ കെ ശൈലജ ഇപ്പോഴും CPM-നുള്ളിലെ ചില നേതാക്കൾക്കിടയിൽ അനഭിമതയായിട്ട് കഴിയുന്നു. ഈ ശൈലജ എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ശൈലജയെ താല്പര്യമില്ലെങ്കിലും ശൈലജ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ മേൽഘടകത്തിൽ ഉള്ള ശൈലജയുടെ പാർട്ടി തീരുമാനം, അതായത് ഈ ഇലക്ഷനിൽ മത്സരിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുന്ന മേൽഘടകമാണ്. ജില്ലാ ഘടകത്തിന് വലിയ റോളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ നമുക്ക് സംശയം ഉളവാക്കുന്നു. ഇനി ഇപ്പുറത്തേക്ക് നമ്മൾ കേട്ടാണ് ജി സുധാകരൻ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമെന്ന് കേട്ടു. അതുപോലെ തന്നെ തോമസ് ഐസക്, ഇവർ രണ്ടുപേരും മത്സരരംഗത്തേക്ക് വരുമെന്ന് കേട്ടു. അതായത് 2 തവണ MLA ആയിട്ട് അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചവരെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് കഴിഞ്ഞ തവണ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് മാത്രമാണ് അതിന് ഒരു ഒഴിവ് നൽകിയത്, പ്രായത്തിന്റെ കാര്യത്തിലും ഒക്കെ ഇളവ് നൽകിയത്. ഇവിടെ ഇപ്പോൾ വീണ്ടും ഇവർ മത്സരിക്കാൻ വരുമെന്നൊക്കെ കേട്ടെങ്കിലും വേണ്ട എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ പിണറായി വിജയന് വേണ്ടി MV ഗോവിന്ദൻ നടത്തുന്ന ചില ഇടപെടലുകൾ, അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് CPM നേതാക്കളുടെ പേരുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇനി വലിയ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാളാണ് പയ്യന്നൂരിൽ MLA മധുസൂദൻ. ഈ മധുസൂദനെ വീണ്ടും അവിടെ തന്നെ മത്സരിപ്പിക്കാൻ, രക്തസാക്ഷി ഫണ്ട് മോഷണ കേസിൽ അല്ലേ, അതെ, അവിടെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനം. ചുരുക്കം പറഞ്ഞാൽ CPM-ന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ MV ഗോവിന്ദന്റെ തീരുമാനങ്ങളായിരിക്കും ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് നടക്കാൻ പോകുന്നത് എന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഒരു പറ്റുമല്ലേ. ഇപ്പോൾ ആദ്യം വരേണ്ട തീരുമാനം കപ്പിത്താൻ ആരാ, നയിക്കുന്ന ആരെന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ കേരള ഘടകം തീരുമാനം എടുത്തു. അതായത് പിണറായി തന്നെ നയിക്കണം, ഞങ്ങൾക്ക് വേറെ ആര് എന്ന് പറഞ്ഞാൽ പിണറായിക്ക് അപ്പുറം ഒന്നുമില്ല, പിണറായി ആണ് സർവസ്വം. പിണറായി പറയുന്നത് MV ഗോവിന്ദൻ കേൾക്കുന്നു. MV ഗോവിന്ദനും കൂടെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പോളിറ്റ് ബ്യൂറോ അത് എൻഡോഴ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിണറായി വിജയൻ തന്നെ നയിക്കും. നായകൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് ചില തീരുമാനങ്ങളൊക്കെ ഏകദേശം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ എന്ന് ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനലിൽ പിന്നെ ഏറ്റുമുട്ടി ജയിച്ചു കയറിയ ചില പേരുകൾ ഞാൻ കേട്ടത് സത്യമായിരിക്കാം, ചിലപ്പോൾ ഇനി അത് മാറാം. ആര്യ രാജേന്ദ്രൻ മത്സരിക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ കൈകളിൽ വെച്ചു കൊടുക്കാൻ ഇടയാക്കിയതാരോ അവർ മത്സര രംഗത്തുണ്ട്. തിരുവനന്തപുരത്ത് തന്നെയാണോ എന്ന് വ്യക്തമല്ല. അതുപോലെ ഏറ്റുമാനൂരിൽ ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള പേര് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ് VN വാസവൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ. R ബിന്ദുവിൻ്റെ പേരും സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. R ബിന്ദുവിന് നമുക്കറിയാമല്ലോ, ഒരു വിദ്യാഭ്യാസം മന്ത്രിസ്ഥാനം ഒരു വളരെ കോമാളിത്തമാക്കി മാറ്റിയ ആ മന്ത്രിക്ക് വീണ്ടും ഊഴം കൊടുക്കുകയാണ്. അപ്പോൾ പ്രബലമായ ഒരു ലോബി കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. തന്നിഷ്ടക്കാരെ മാത്രം അവിടെ ഉൾപ്പെടുത്തുക. ഇതോടൊപ്പം തന്നെയാണ് മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് സീറ്റ് കൊടുക്കില്ല എന്നിപ്പോൾ ഏറ്റവും പുറത്തു വരും.
മട്ടന്നൂരിലില്ലെങ്കിൽ മറ്റെങ്ങുമില്ല എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞതായിട്ട് വാർത്തകൾ പരക്കുന്നു. ആ ഒരു നല്ല മന്ത്രിയോട് ഒരുപക്ഷെ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ കരുത്തുള്ള ആ വനിതാ നേതാവിനോട് ചെയ്യുന്ന വലിയ ഒരു ഇഷ്ടക്കേടിൻ്റെ ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. പിന്നെയും മറ്റൊരു ഇഷ്ടക്കേട് കാണുന്നത് ജി സുധാകരനാണ്. ജി സുധാകരന് പകരം ആർ നാസറെ മത്സരിപ്പിക്കാം എന്നുള്ളത് പറഞ്ഞു. നേരത്തെ നമ്മൾ കേട്ട് VS അച്യുതാനന്ദൻ്റെ മകനെ അവിടെ മത്സരിപ്പിക്കൂ എന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഉറപ്പിക്കപ്പെട്ട ഒരു കാര്യം, കായംകുളം സിനുജിക്ക് അറിയാവുന്ന മണ്ഡലം കൂടിയായതുകൊണ്ട് യു പ്രതിഭയ്ക്ക് അവിടെ ഇടയുണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു കാലത്ത് താരമായിരുന്ന യു പ്രതിഭയ്ക്ക് അവിടെ സ്ഥാനമില്ല. പ്രതിഭയ്ക്ക് സ്ഥാനമില്ലെങ്കിലും ചിന്തയ്ക്ക് സ്ഥാനമുണ്ട് ഉള്ളൊരു പാർട്ടിയായിട്ട് മാറുന്നത്. കാരണം ചിന്തയെ മത്സരിപ്പിക്കുമെന്നാണ് ഒടുവിൽ വരുന്ന കാര്യം. ചിന്ത അത് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു വല്ലാത്ത വൃത്തികെട്ട മുദ്രാവാക്യം അവർ ഉയർത്തിയത്. അച്ഛൻ്റെയും അമ്മയ്ക്കും അപമാനം ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള ഒരു മുദ്രാവാക്യം വിളിച്ചത്. ഈ ചിന്ത അമ്മയെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അങ്ങനൊരു മുദ്രാവാക്യം അവർ വിളിച്ചത് ഇനി തീവ്രത കൂട്ടാൻ വേണ്ടി, പിണറായി വിജയൻ്റെ ശ്രദ്ധയിലെത്താൻ വേണ്ടിയിട്ടുള്ളൊരു മുദ്രാവാക്യം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ദൂരദർശൻ സംവാദത്തിന് വരുമ്പോൾ പകലായാലും രാത്രിയായാലും എപ്പോഴും ഒരു രക്ഷകർത്താവിനെ കൊണ്ടുവരുന്ന ഒരാളായിരുന്നു അമ്മയാണ് എപ്പോഴും അവരുടെ ഒപ്പം. വളരെ ഒരു മേജർ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും ചർച്ചകളിലൊക്കെ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അമ്മയും മോളും തമ്മിൽ വലിയ ആത്മബന്ധവുമാണുള്ളത്. അങ്ങനെ ഒരാൾ ഈ അമ്മയെ ഇങ്ങനെ മോശമാക്കുന്ന ഒരു പാട്ട് ജാരസന്തതികളെക്കുറിച്ച് പറഞ്ഞിരുന്നിടത്താണ്. പറഞ്ഞുകൂടാ, മുദ്രാവാക്യം നമ്മൾ പറയാൻ പാടില്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. അച്ഛനെയും അമ്മയും കണക്കിന് അധിക്ഷേപിക്കുന്ന ഒരു മുദ്രാവാക്യം മുഴക്കിയത് ശ്രദ്ധ നേടാനായിരുന്നോ അതോ അബദ്ധം പറ്റിയതാണോ? പണ്ട് വൈലാപ്പള്ളിക്ക് പിന്നെ വാഴക്കുലയുടെ ഖ്യാതി നേടിക്കൊടുത്തതുപോലെ അബദ്ധം പറ്റിയതാണോ എന്നറിയാൻ വയ്യ. എന്തായാലും ഇപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചൊരു മിസ്റ്ററി ഇപ്പോൾ ഉണ്ട്. ഇതുവരെ നമ്മൾ കേട്ട പേര് അനിൽകുമാറിൻ്റെ ആയിരുന്നു പേര് കേട്ടത്. നല്ലൊരു സംവാദകനും അന്തിച്ചർച്ചകളിൽ സജീവവുമായിരുന്നു. പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം മാറിയിട്ട് അവിടെ സുരേഷ് കുറുപ്പിനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ചിന്താമാറ്റത്തിന് വേണ്ടി പാർട്ടിയുടെ ഒരു സ്റ്റഡി അവിടെ കാണും. തിരുവഞ്ചൂർ തന്നെ വീണ്ടും കയറും എന്നുള്ള അതിനെ ഒന്ന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും നടത്തുന്നതെന്ന് തോന്നുന്നു. അവിടെ സുരേഷ് കുറുപ്പാണെങ്കിൽ നേരത്തെ പാർട്ടി ബന്ധങ്ങളും ഒക്കെ മറന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന, ഇനി മത്സരത്തിനില്ല എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ അപ്പോൾ സുരേഷ് കുറുപ്പിനോട് ആ കാലത്ത് നേരിട്ട് തന്നെ ചോദിച്ചിരുന്നു. അദ്ദേഹം കോട്ടയത്തുകാരനായതുകൊണ്ട് എന്താണ് ഇങ്ങനെ കേൾക്കുന്നല്ലോ, അത് പാർട്ടിയല്ലേ, കുറേ ചെറുപ്പക്കാർ ഇനി വന്നോട്ടെ, ഞാനും ചെറുപ്പക്കാരനായിട്ട് പാർട്ടി നേതൃത്വത്തിൽ വന്നാലേ കുറേ നാളൊക്കെ പ്രവർത്തിക്കുമ്പോൾ രഹസ്യമായിട്ട് ഓഫ് ദ റെക്കോർഡ് സ്റ്റോപ്പ് ദ പ്രസ്സല്ല ഓഫ് ദ റെക്കോർഡായിട്ട് പറഞ്ഞ കാര്യമാണ്. കുറേ കഴിയുമ്പോൾ ഏത് പ്രവർത്തനവും നമുക്ക് മടുപ്പുണ്ടാക്കും. ആ മടുപ്പ് കൊണ്ട് ഞാനതിപ്പം മാറി നിൽക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, പാർട്ടിക്കാരൻ തന്നെയായിട്ട് തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭീതി മണക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസ് ഒന്നും വിചാരിച്ചാലും CPM-നെ അവിടെ കരകയറ്റാൻ പറ്റാത്തതുപോലെ ശക്തനാണ് ജനപ്രിയനായിട്ടുള്ള MLA ആയിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് പറയുന്നത്. പിന്നെ തിരുവനന്തപുരത്തെ വെല്ലുവിളി അവർ ശരിക്കും നേരിട്ടിട്ടുണ്ട്. CPM-കാരെ തന്നെ മത്സരിപ്പിക്കുക. ഇവിടെ ഒരു പ്രശ്നം വരുന്നത് സിനുജി, ഈ CPM-കാരെന്ന് പറയുന്ന കേഡറുണ്ട്, പ്രവർത്തകരുണ്ട്, ഊർജ്ജസ്വലരായ പ്രവർത്തകരുണ്ട്, മരിക്കാനും തയ്യാറ പ്രവർത്തകരുണ്ട്. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലും ഇങ്ങനെ CPM മത്സരിച്ച് കഴിയുമ്പോൾ ജില്ലാ കമ്മിറ്റിയിലെ ഊർജ്ജസ്വലരായ പ്രവർത്തകർ ഊർജ്ജസ്വലരായിട്ട് രംഗത്ത് വരുന്നവർ കുറച്ചേ ഉള്ളൂ. വോട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ടാകാം, മാസ് ബേസും ഉണ്ടാകും. പക്ഷേ ആ പ്രവർത്തകരെയെല്ലാം ഈ മണ്ഡലങ്ങളിലെല്ലാം 11 മണ്ഡലങ്ങളല്ലേ, 11 മണ്ഡലങ്ങളിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തീവ്രത ശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് അത് കനത്ത ഫൈറ്റാണെന്നുള്ള ഉറപ്പാണ്, ത്രികോണ മത്സരമാണെന്ന് ഉറപ്പാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ ആ ഒരു തീവ്രത എത്രമാത്രം ഉണ്ടെന്നുള്ളത് സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമായിട്ട് അവിടെ വരും എന്നുള്ളതാണ് അവിടെ വ്യക്തമാകുന്ന ഒരു ചിത്രം. എന്തായാലും ശരി, ഇപ്പം ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ നമുക്കറിയാം പിണറായി തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം വരാൻ. അതെന്തായാലും അവിടെ പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു സവിശേഷത ഈ തിരഞ്ഞെടുപ്പിലെ തിരനാടകങ്ങളാണ്. ഭയങ്കരമായി ഇത്രയധികം നാടകവൽക്കരിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും മോഹൻലാലുമായിട്ടുള്ള ആ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ഉപനിഷത്തിൻ്റെ സ്വാധീനം അമ്മയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന്. എന്ന് മാത്രമല്ല മോഹൻലാലിനോട് ഉപനിഷത്തിലെ ഒരു സൂക്തം, ഒരു മന്ത്രം അദ്ദേഹം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ ഉപനിഷത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഈ ചന്ദ്രശേഖരൻ നായരൊക്കെ ഉപനിഷത്ത് ശരിക്ക് പഠിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ ചന്ദ്രശേഖരൻ CPI. പക്ഷേ ഇദ്ദേഹം ഉപനിഷത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം കേൾക്കുക. അദ്ദേഹം ആദ്യമായിട്ട് ഭഗവത്ഗീത ചൊല്ലുന്നത് നമ്മൾ കേൾക്കുന്നത് ശബരിമലയിലെ ആഗോള സംഗമത്തിൽ വെച്ചാണ്. അങ്ങനെ ഒരാൾ എനിക്കിപ്പോൾ തോന്നുന്നു ഈ 3-ാം ഊഴം കൂടെ കഴിഞ്ഞ് രാഷ്ട്രീയം വിടുകയാണെങ്കിൽ അദ്ദേഹം യോഗദണ്ഡും കമണ്ഡലവും ഒക്കെ എടുത്ത് ഹിമാലയ ഗിരിശൃംഗങ്ങളിലേക്ക് ചിന്തിക്കാൻ പോകുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു നാടകം ഒരു വശത്ത്. ഇതപ്പോൾ വീണ ജോർജ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആശുപത്രി വിട്ടു, യാതൊരു കുഴപ്പവും സീരിയസ് ആയിട്ട് ഒരു പരിക്കും, അവിടെ കിടക്കേണ്ട ഒരാവശ്യം ICU ഇതൊന്നൊക്കെ നമ്മളെ പറ്റിക്കുക. അതൊരു വലിയ മഹാനാടകമായിരുന്നു. സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി അന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി എങ്ങനെ സുവേന്ദു അധികാരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ മുന്നിൽ പോയി 2 കാലും പ്ലാസ്റ്റർ ഇട്ട് കിടന്നോ, അതുപോലത്തെ ഒരു നാടകമൊക്കെ കളിക്കുന്നത്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മോഹൻലാലുമായിട്ട് അഭിമുഖം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നു വരുന്ന ഒരു പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ PR വർക്ക് വേണമെങ്കിൽ പറയാം. കാരണം CPM എങ്ങനെ ഈ അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള അവരുടെ ലക്ഷ്യം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വനിതാ സ്ഥാനാർത്ഥികളെയൊക്കെ അവതരിപ്പിക്കും. അപ്പോൾ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിഭയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. പക്ഷെ അവിടുത്തെ പാർട്ടി പ്രതിഭയെ അംഗീകരിക്കുന്നില്ല. പാർട്ടിയിലെ കുറേ അധികം ആളുകൾ യുവജന സംഘടനയൊക്കെ തന്നെ ഇവർക്കെതിരായിട്ടുള്ള നിലപാട് ഉൾക്കൊള്ളുന്നുണ്ട്. എന്തുകൊണ്ട് കാര്യം എന്താണ്? അല്ല, അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വളരെ രൂക്ഷമായി മാറി. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് അവിടെ ഇത്രയും വോട്ട് പിടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വോട്ടിംഗ് പാറ്റേണിന്റെ വ്യത്യാസം അത് കുറയ്ക്കാനായിട്ട് LDFന് സാധിച്ചു. അങ്ങനെ പ്രതിഭ മാറി കഴിഞ്ഞാൽ ഒരുപക്ഷെ അഡ്വക്കേറ്റ് CS സുജാത അവിടെ മത്സരിക്കാൻ എത്തും. അപ്പോൾ ദേശീയ നേതൃത്വത്തിലുള്ള CPMന്റെ ഒരു വനിതയെ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ കായംകുളത്ത് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സുകന്യയും കണ്ണൂരിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം സുകന്യ മത്സരിക്കാൻ വരുന്നു, PK ശ്യാമള മത്സരിക്കാൻ വരുന്നു. അങ്ങനെയാണെങ്കിൽ KK ശൈലജ എന്ന് പറയുന്ന മുൻ ആരോഗ്യമന്ത്രി, ഇപ്പോൾ വീണ ജോർജിന്റെ ഈ കപട നീക്കങ്ങളെല്ലാം തന്നെ ജനങ്ങളും കണ്ടതോടുകൂടി ഒരുപക്ഷെ ആറന്മുളയിൽ നിന്ന് അവരെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അന്തിമ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്നത്. കാരണം ഇവിടെ ഷംസീറിന്റെ ചില ഉപദേശങ്ങളെ തുടർന്നാണ് വീണ ജോർജ് ഇത്തരം ഒരു കപട നാടകം സൃഷ്ടിച്ചത് എന്ന തരത്തിലാണ് ചാനലുകളിലും മാധ്യമങ്ങളിലും എല്ലാം വാർത്ത വരുന്നത്. ഇനി എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം സുനിജി കാണുന്നുണ്ടോ? അതായത് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ വകുപ്പ് മന്ത്രിക്ക് നല്ല റോളുണ്ടാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് എവിടെ മത്സരിക്കണം എന്ന കാര്യങ്ങളൊക്കെ മുഹമ്മദ് റിയാസിന് സ്വന്തമായിട്ട് തീരുമാനിക്കാം. കോഴിക്കോട് പോലും ഒരു കോർപ്പറേഷനിൽ ഒരു കൗൺസിലിലേക്ക് മത്സരിച്ചിട്ട് പരാജയപ്പെട്ട ആളായിരുന്നു മുഹമ്മദ് റിയാസ്. അങ്ങനെയാണ് CPMന്റെ ഉറച്ച കോട്ടയെ ബേപ്പൂരിൽ പോയി മത്സരിച്ചത്. ഈ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നത് കൊണ്ടാണ് AN ഷംസീറിന് ഒരു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് MV ഗോവിന്ദൻ പിണറായി വിജയന് താല്പര്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിനോട് താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ PK ശ്യാമള മന്ത്രിയാകുന്നു, ഇപ്പുറത്തേക്ക് വീണ ജോർജിനെയും അതുപോലെ തന്നെ ശൈലജയും ഒക്കെ വെട്ടി അറിയാനായിട്ട് ശ്രമിക്കുന്നു. പ്രതിഭയ്ക്ക് അവസരം കൊടുക്കുന്നില്ല, പകരം ചിന്താ ജെറാമിന് അവസരം കൊടുക്കുന്നു. അപ്പോൾ പുതിയ ആളുകളെ കൊണ്ടുവരുന്നു. ഇനി നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു വ്യത്യാസം കൂടി, ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. പകരം വിജയരാഘവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതാണ് വിജയരാഘവനെ. കാരണം ഈ പറയുന്ന കപ്പിത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിയാണ്. കാരണം സീനിയറായിട്ട് വേറൊരു മന്ത്രി ഉണ്ടാവില്ല. അവിടെ വിജയരാഘവനെ കൊണ്ട് പലതവണ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് വിജയരാഘവൻ. അതുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥാനത്തെ വിജയരാഘവനെ കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ യുക്തിബദ്ധമാണ്. കാരണം ആർ ബിന്ദുവിനെ ആക്കിയത് വിജയരാഘവനെ കഴിഞ്ഞ പ്രാവശ്യം ആക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ അത് റീപ്ലേസ് ചെയ്യപ്പെടാൻ സാധ്യത. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട പേര് ഓണാട്ടുകരയിൽ നിന്ന് തന്നെയുള്ള CS സുജാത മത്സര രംഗത്തുണ്ടാവും. പ്രതിഭ മാറി എന്നാൽ CS സുജാത പിന്നെ മലമ്പുഴയിലായിരിക്കും അച്യുതാനന്ദന്റെ മകൻ മത്സരം. അച്യുതാനന്ദന്റെ മകൻ വരുവാണെങ്കിൽ മത്സരിക്കാൻ മലമ്പുഴയായിരിക്കും സാധ്യത. അപ്പൊ ഏകദേശം ഒരു ചിത്രത്തിന്റെ ഒരു നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് CPMന്റെ ഒരു നിലപാട് ഏകദേശം ഇതൊക്കെ. പിന്നെ അവരുടെ ഒരു പാർട്ടി കേഡർ സംവിധാനം അനുസരിച്ച് എല്ലാം വളരെ രഹസ്യമാണ്. ചില സൂചനകൾ ഒക്കെ നമുക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. അവരുടെ തീരുമാനം വരട്ടെ, നമുക്കപ്പോൾ വീണ്ടും ചർച്ച ചെയ്യാം. പാലക്കാട്ടെ ഏറ്റവും അവസാനമായ തീരുമാനം എടുക്കുമെന്നുള്ള അവർ ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്കിപ്പോഴേ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കിയൊക്കെ ഏകദേശം ഇങ്ങനെ ഇതിലുള്ളൊരു 90% ശരിയായിരിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.